സംസ്ഥാനത്ത് മഴ അതിശക്തമാണ്. പരക്കെ മഴയുണ്ട്. മാത്രമല്ല വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. എന്തായാലും ജാഗ്രതയോട് പാലിക്കുക. ഇത് ആലുവയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആലുവ ശിവക്ഷേത്രം മുങ്ങിയിരിക്കുന്ന സാഹചര്യം. പെരിയാർ ജലനിരപ്പ് ഉയർന്നതോടുകൂടിയാണ് ശിവക്ഷേത്രത്തിലേക്ക് ഇത്തരത്തിൽ വെള്ളം കയറുകയും അത് മുങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്താണെങ്കിലും ആലുവ ശിവക്ഷേത്രം ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന കാഴ്ച അത് എപ്പോഴും കാണുന്നതാണ്. എങ്കിൽ പോലും ഈ സമയം ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു വെള്ളപ്പൊക്കത്തിലേക്ക് ശിവക്ഷേത്ര പരിസരം എത്തുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, പെരിയാറിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ടോ? അതെയല്ലോ, അതുകൊണ്ട് കൊച്ചിയിൽ അതിഭീകരമായ മഴ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒറ്റപ്പെട്ട മഴകളാണ് ഇന്നലെ മുതൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ പെയ്യുന്നത് 2-3 മിനിറ്റ് നിൽക്കുകയും ആ ഒരു പെയ്ത്തിൽ തന്നെ വലിയ വ്യാപ്തിയോടുകൂടി വെള്ളം വീഴുകയും ചെയ്യുന്ന ഒരു മഴയായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി തന്നെ പെയ്യുന്നത്. പക്ഷേ ഇന്നലെ അത് കുറച്ച് കൂടുതലായിരുന്നു. എന്നിരുന്നാൽ പോലും ഈ നേരത്തെ പോലെ വെള്ളക്കെട്ടുണ്ടാക്കുന്നതോ അതല്ലെങ്കിൽ അത്ര വലിയ ആപത്തുകൾ ഉണ്ടാക്കുന്ന മഴയൊന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ പെയ്തില്ല. പക്ഷേ പെരിയാറിൽ ഇടുക്കിയിൽ നല്ല മഴയുണ്ട്. ഒരുപക്ഷെ ഇടുക്കിയിലും കൂടി പെയ്ത അല്ലെങ്കിൽ മലയോര മേഖലകളിൽ പെയ്ത മഴ കൂടി ആയിരിക്കാം പെരിയാറിലേക്ക് ഇത്രയേറെ ജലനിരപ്പ് ഉയരാൻ കാരണമായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആലുവ മണപ്പുറം പൂർണ്ണമായും മുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങളിൽ കാണാം. അത് ഈ വേനൽമഴ വന്നപ്പോൾ പോലും ഇത്ര വലിയ ഇൻറ്റൻസിറ്റിയോട് കൂടി വെള്ളം വന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ആലുവ മണപ്പുറം ഇത്രയും മുങ്ങിപ്പോകുന്ന ഒരു പെരിയാറിൻ്റെ തീരത്താണ്. പെരിയാറിൽ വെള്ളം ഏറുമ്പോൾ എന്തായാലും അവിടേക്ക് വെള്ളം കൂടുകയും ചെയ്യും. പക്ഷേ ഇത്രയും ഈ ഒരു മഴക്കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു മൺസൂൺ തുടങ്ങിയ ശേഷം അത്ര വലിയൊരു ഇത് ഉണ്ടായിട്ടില്ല. പക്ഷെ പലയിടങ്ങളിലും മരം വീണിട്ടുണ്ട്. വലിയ അപകടങ്ങളൊന്നും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും മഴ ഓറഞ്ച് അലേർട്ടാണ് എറണാകുളം ജില്ലയ്ക്കുള്ളത്. അതിൻ്റെ തീവ്രതയിൽ മഴ പെയ്തില്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇടുക്കിയിലും മലയോര പ്രദേശങ്ങളിലും എറണാകുളത്തും ഒക്കെ പെയ്ത മഴയുടെ വെള്ളം കൂടി പെരിയാറിലേക്ക് എത്തുന്നത് കൊണ്ടും ഈ വ്യാപ്തി ഇനിയും കൂടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എൽദോ, ശരി ആജ്ഞ നൽകിയത്. എന്നാലും ആലുവയിൽ അവിടെ ശിവക്ഷേത്രം മുങ്ങിയ സാഹചര്യമാണ്. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നു. അത് എറണാകുളത്ത് മാത്രം പെയ്ത മഴയുടെ സാഹചര്യമല്ല എന്ന് ആജ്ഞ റിപ്പോർട്ട് ചെയ്തു.